ഋഷി കട്ടക്കലിപ്പിലാണ്. ശ്രീധുവിന്റെ അടുത്താണ് അത്രയും ദേഷ്യത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, ശ്രീധു ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു ഋഷിയെ. എന്ത് കാരണത്തിനാണ് ശ്രീധു തന്നെ നോമിനേറ്റ് ചെയ്തത് എന്നാണ് ഋഷി അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നത്. നിനക്ക് എന്താണ് പറയാനുള്ളത്? എന്തിനാണ് ശ്രീധു എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്നാണ് ഋഷിയുടെ ചോദ്യം. എന്നാൽ അർജുൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അതിന് തൊട്ടു മുമ്പാണ് നീ എന്നെ ചെരുപ്പൂരി അടിക്കുമെന്നൊരു വാചകം പറഞ്ഞത്. അതിനുശേഷം ഒന്നും ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല എന്നവിടെ പറയുന്നുണ്ട് അർജുൻ. പക്ഷേ ഋഷി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അല്ല, ശ്രീധു കഥയറിയാതെ ആട്ടമാടുകയാണ്. ഇത് ഒന്നും അറിയാതെ പൊട്ടത്തികളുടെ പോലെ കയറി എനിക്കെതിരെ സംസാരിക്കേണ്ട ആവശ്യകത അവിടെ വരുന്നില്ല. എന്തായാലും ഇനി ശ്രീധുവിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇനി എന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ശ്രീധുവാണ്. ശ്രീധുവിനെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കേണ്ട, എന്റെ ടാർഗറ്റിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ശ്രീധു. ഒരു ആവശ്യമില്ലാതെയാണ് ശ്രീധു അവിടെ കയറി ശരണ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അത് ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കേണ്ട അർജുനെ. ശ്രീധുവിന്റെ അടുത്ത് പറഞ്ഞേക്ക് എന്നൊരു വാണിംഗ് ആണ് അവിടെ ഋഷി അർജുൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശ്രീധുവും അതുപോലെ തന്നെ ഋഷിയും തമ്മിലുള്ള അടുത്തൊരു ഫൈറ്റിനുള്ള വകയായിട്ടുണ്ട്.